കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റ് സമാധാനം പറയേണ്ടത് നിയമസഭയിലില്ലേ? നിയമസഭ എന്നാൽ എന്താ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാഞ്ഞത്? അല്ല, ഞങ്ങൾ അടിയന്തര പ്രമേയമല്ലല്ലോ, ഞങ്ങൾക്ക് ഈ വിഷയം പിന്നെങ്ങനെ സഭ? ചർച്ച ചെയ്യാൻ. ഞങ്ങൾക്ക് അല്ല, അടിയന്തര പ്രമേയത്തിന് ചർച്ച ഇപ്പൊ ഞങ്ങൾ 40 42 അംഗങ്ങൾ ഇരിക്കുന്നിടത്ത് അടിയന്തര പ്രമേയത്തിന് അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സമയം അപ്പുറത്ത് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. ഈ ചർച്ചകൾ നടക്കത്തില്ല. ഞങ്ങൾ ഈ കാര്യത്തിൽ ഗവൺമെന്റിന് മുമ്പാകെ എല്ലാ ഈ കാലവും വിഷയം അങ്ങനല്ലേ? എന്താണ് സേനാപതി പറയുന്നത്? എല്ലാ കാലവും കുറഞ്ഞ അംഗബലം ഉള്ളത് കൊണ്ടാണ് പ്രതിപക്ഷമാകുന്നത്. പണ്ട് കെ കരുണാകരൻ്റെ കൂടെ 9 ആളുകളെ നിയമസഭയിൽ ഉണ്ടായിരുന്നുള്ളൂ, ഓർമ്മയില്ലേ? അന്ന് അടിയന്തര പ്രമേയം കൊടുക്കാതിരുന്നോ? ഞങ്ങൾ 9 പേരേ ഉള്ളൂ, അതുകൊണ്ട് അടിയന്തര പ്രമേയം കൊടുക്കാതിരുന്നോ? പ്രതിപക്ഷത്തിന്റെ അവകാശമാണെന്നേ, പ്രതിപക്ഷത്തിന്റെ അവകാശമാണെന്നേ. നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്തിനുള്ളിൽ ഈ സർക്കാരിനെ നിങ്ങൾക്ക് തുറന്നു കാട്ടാമല്ലോ. അത് ലൈവായി ജനങ്ങൾ കാണുമല്ലോ. മോഷ്ടിക്കാനോ അയ്യപ്പന്റെ ഭയമാണ്, അതിന്റെ പേര് ഭയം എന്നല്ലേ? പോയിട്ടുള്ളവരല്ല, അതുകൊണ്ട് അന്ന് ആ വിഷയം ഉയർത്തേണ്ടി വന്നില്ല. ഇന്ന് ഞങ്ങൾ ഈ വിഷയം ഉയർത്തുന്നത് അങ്ങനെയാണോ സേനാപതി? നോ, താങ്കൾ പറഞ്ഞതാണ് ഞങ്ങൾ പ്രതിപക്ഷത്ത് ആള് കുറവായതുകൊണ്ട് മിനിറ്റ് കുറച്ചേ കിട്ടൂ, അതുകൊണ്ട് ഇതെന്ത് വിചിത്രവാദം? എല്ലാ കാലത്തും പ്രതിപക്ഷത്ത് അംഗബലം കുറവ്, അതുകൊണ്ടാണ് പ്രതിപക്ഷമാകുന്നത്. അപ്പോഴും അടിയന്തര പ്രമേയം അവതരിപ്പിക്കും. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് കെ കരുണാകരനും 9 അംഗങ്ങളും മാത്രം കേരള നിയമസഭയിൽ പ്രതിപക്ഷമായിട്ട് ഇരുന്നിട്ടുണ്ട്. അവർ അടിയന്തര പ്രമേയം കൊണ്ടുവരാതിരുന്നോ? ഇങ്ങനെ ആള് കുറവാണ് എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ പേരാണ് ഭയം.